ഈ പ്ലേറ്റിലിരിക്കുന്ന ആപ്പിളും ഗ്ലാസ്സിലിരിക്കുന്ന പശുവും പാലും അല്ല, പരിശുദ്ധമായ ഹൃദയമാണ് എനിക്ക് വേണ്ടത്. ഞങ്ങൾ ഈ റെയിൽവേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നൈറ്റ് ഈസ് ദ ഓപ്പൺ നൈറ്റ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുക, ഒന്നും ഒളിച്ചു വെക്കരുത്, ആത്മാർത്ഥമായിട്ട് പറയും. പെൺകുട്ടികളാവുമ്പോ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചില ലവ് ഓഫറൊക്കെ ഉണ്ടാവും. നത്തിങ്. പറയൂ, കുഞ്ഞനന്ദനെ നീ സ്നേഹിച്ചിരുന്നോ? പറയാൻ പേടിക്കണ്ട, ഞാനൊരു സങ്കുചിതനല്ല, വളരെ ഓപ്പൺ ഹാർട്ടാ, വിശാല ഹൃദയനാണ്. പറ, സ്നേഹിച്ചിരുന്നോ? അപ്പൊ ഞാൻ കേട്ടതില്ല സത്യമായിരുന്നല്ലേ? കൃത്യമായി പറഞ്ഞാൽ 18 ഊമക്കത്തുകളാണ് എനിക്ക് കിട്ടിയത്, നിറയെ നിന്റെ പ്രേമകഥകൾ. ആ കഥകളെല്ലാം സത്യമായിരുന്നല്ലേ? പറ, നിനക്ക് വേണ്ടിയായിരുന്നു അവൻ വിഷം കഴിച്ചത്? അറിയില്ല. നിനക്ക് വേണ്ടിയായിരുന്നു അവൻ കിണറ്റിച്ചാടിയത്? അയാൾ എന്നെ സ്നേഹിച്ചിരുന്നു, സത്യമാണ്. പക്ഷേ ഈ താലി കഴുത്തിൽ വീണതോടെ എല്ലാം ഞാൻ മറന്നു. വേണ്ട വേണ്ട, നിന്റെ കള്ള കരച്ചിലെന്ന് എനിക്ക് കണ്ട. എന്നെ ഒരുപാട് മണ്ടനാക്കരുത്. നീ നിന്റെ അച്ഛൻ ചേട്ടനെ പറ്റിക്കാണോ? ബാക്കി ഞാൻ വന്നിട്ട്. എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? ബഹളമൊന്നുമല്ല, ഞാൻ ഈ ശാന്തിക്ക് കുറച്ച് കോമഡി കഥകൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ലേടി, ഫസ്റ്റ് നൈറ്റ് അല്ലേ, കുറച്ചേരം ചിരിച്ചോണ്ടിരിക്കാന്ന് കരുതി. എങ്കിലാ കഥ കെട്ടി എനിക്കൊന്നും ഇരിക്കണമല്ലോ. അല്ല, അമ്മാവന് നാളെ ചിരിച്ചാ പോരെ? പോരാ, എനിക്ക് ഇപ്പൊ തന്നെ ഇരിക്കണം. താൻ എന്റെ ഒന്ന് ചിരിപ്പിച്ചേ. പല്ലില്ലാത്തോണ്ട് ഈ മോളെ കാട്ടി ചിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടാ. ഇഷ്ടാരെല്ലാം ഞാൻ കേട്ടു. തനിക്ക് എന്താ അറിയേണ്ടത്? ആ കിണറ്റിൽ ചാടിയ ചെറുക്കനും എന്റെ മോളും തമ്മിലുള്ള ബന്ധമാണോ? നീ വിചാരിക്കുമ്പോഴുള്ള ബന്ധമൊന്നുമില്ല. പക്വതക്കുറവുണ്ട് പിള്ളേർക്ക് തോന്നിയ ഒരു തമാശ. 3ാമത് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോ എന്റെ മോളിരിക്ക് വാക്ക് തന്നതാ, അച്ഛൻ പറയുന്നത് അനുസരിച്ചോളാന്ന്. മക്കളായാലും മരുമക്കളായാലും എന്നെ അനുസരിച്ചുള്ള ശീലമേ ഈ തറവാട്ട് വേണ്ടു. ഏമത്വം കൊണ്ടല്ല ഞാൻ എന്റെ മോളെ എന്നെ കൊണ്ട് കെട്ടിച്ചത്. ക്ഷയം പിടിച്ച് മരിക്കാൻ നേരത്ത് നിന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു, അത്രമാത്രം. ഇനി അവളുടെ മുമ്പിൽ ഒരുമാതിരി പോലീസ് കളിച്ചാലുണ്ടല്ലോ. ഇത് കണ്ടോ, ഇത് വെച്ച് ബുദ്ധൂത്തൊന്നും തന്നാലുണ്ടല്ലോ നീ പൊളയും. തേരണ്ടിമാരോട് ചന്തി കിട്ടിയ പെടാ, ഓർമ്മയുണ്ടോ? എന്തിനാണോ വാഴെടുത്ത്? പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ. അമ്മാവ, ഒരു മിനിറ്റ്. അമ്മാവൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം അമ്മാവ് ഓർക്കണം, ഇന്നലെ വരെ ഞാൻ അമ്മാവന്റെ അനന്തരവൻ മാത്രമായിരുന്നു. പക്ഷെ ഇന്നു മുതൽ ഞാൻ അമ്മാവന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ്. ഈ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ആപ്പിളും പഴമൊക്കെ ഇല്ലേടാ മുറിയില്? ആപ്പിളുണ്ട്, പഴങ്ങളൊന്നുമില്ല. എങ്കിൽ ഉള്ളതെടുത്ത് കഴിച്ചേ ആ പാലും കുടിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. പോ പോ പോ. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. ഹലോ, വാസുവേട്ടൻ എപ്പോഴാ വരിക? പൂവ് 84 മോഡലല്ലേ? ആയിക്കോട്ടെ, ശരി വാസുവേട്ടാ. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ, ശരി, വെക്കട്ടെ. പരേതൻ എന്താ കാലത്ത് തന്നെ വീട്ടിലെ ശല്യം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. എന്തായി? വാസുവേട്ടൻ ഇപ്പം വിളിച്ചിരുന്നു. 84 മോഡൽ വണ്ടി റെഡി. വൈകുന്നേരം 5 മണിക്ക് വണ്ടിയായിട്ട് വാസുവേട്ടൻ ഇവിടെ എത്തും. അടവുള്ളതാണോ? 75 രൂപ പ്രൈവറ്റ് CC ഉണ്ട്, ബാക്കി റെഡി ക്യാഷ്. കാര്യങ്ങളൊക്കെ വാസുവേട്ടൻ വരുമ്പോൾ പറയും. ചന്ദ്രോത്ത കുഞ്ഞനന്ദനല്ലേ ഇത്? അതെ. ഇയാളല്ലേ ഇന്നലെ കണക്ട് ചെയ്തത്? അതെ, ഇന്നലെ ചാടി ചത്തില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. എന്തേ? കോന്തുണ്ണി നായരുടെ മൂത്ത മോളായിട്ട് പ്രേമത്തിലായിരുന്നു അല്ലേ? ഭാര്യ പറഞ്ഞ അറിഞ്ഞത്. എന്നാ പറഞ്ഞ പോലെ നമുക്ക് വൈകിട്ട് വാസുവേട്ടൻ വരുമ്പോ കാണാം. ശരി ശരി, ഓക്കെ. എന്നാലും ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാ സ്ത്രീകള്. ഷെയിം. ഇനി നാട്ടുകാരുടെ മുഖത്ത് താൻ എങ്ങനെയാ നോക്കുക? അടുക്കളക്കുട്ടന്റെ ചാട്ടം കിണറ്റ് വക്കോളം എന്നൊരു ചൊല്ലുണ്ട്. ഇംഗ്ലീഷിലും ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? പീപ്പിൾ ടോക്ക്, വാട്ട് ഡു ദേ ടോക്ക്, ലെറ്റ് ദം ടോക്ക്. ആളുകൾ പറയുന്നു, അവരെന്ത് പറയുന്നു, അവരെന്തും പറഞ്ഞോട്ടെ, അത്ര തന്നെ. സഹതപിക്കാൻ അറിയാത്ത സ്വന്തം വീട്ടുകാർ, പിന്നെയാണോ പരിഹസിക്കുന്ന നാട്ടുകാര്?
എന്റെ ദൈവമേ, അതാ മറ്റൊരു കുരിശുകൂടി വരുന്നുണ്ട്. പോലീസ് വേഷത്തിലാണല്ലോ വരുന്നത്. അത് പേടിക്കാനില്ല, റെയിൽവേ പോലീസാ. പാമ്പിന്റെ വർഗത്തിൽ പെട്ടതാണെങ്കിലും നീർക്കോലിയെ പോലെയാ, വിഷം ഉണ്ടാവില്ലെന്നേ. റെയിൽവേ പരിസരത്ത് നിന്ന് കടി കിട്ടിയാലേ ഇതിന്റെ വിഷം ഏൽക്കുള്ളൂ. എത്തി. പോയോ? ആർ യു മിസ്റ്റർ കുഞ്ഞനന്ദൻ? യെസ്. ഒരു മിനിറ്റ്, കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഐ ആം അരവിന്ദാക്ഷൻ ഫ്രം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അതിന് അതിനൊന്നുമില്ല, ഇന്നലെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്. ഇന്നലെ ഒരു ലാസ്റ്റ് നൈറ്റ് ഉണ്ടാക്കാൻ ഞാനും ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു പോയി. വീണ്ടും ശ്രമിച്ചു നോക്കൂ, ചിലപ്പോൾ വിജയിച്ചേക്കും. കാര്യങ്ങൾ മുഴുവൻ ശാന്തിനി എന്നോട് തുറന്നു പറഞ്ഞു. പ്രായത്തിന്റെ പക്വതക്കുറവ് ഞാനതത്ര കാര്യമാക്കുന്നു. മിസ്റ്റർ കുഞ്ഞനന്ദൻ, ഞാനൊരു സങ്കുചിത മനോഭാവക്കാരനല്ല, വളരെ ഓപ്പൺ ഹാർട്ടാണ്, വിശാല ഹൃദയൻ. വിശാല ഹൃദയനായ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഒരു പാവം കാമുകൻ എന്ന നിലയ്ക്ക് ഉം. ഇപ്പോഴും അവളെ തിരിച്ചേൽപ്പിച്ചാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. സ്വീകരിക്കോ? സ്വീകരിപ്പിക്കാം. എന്ത് തോന്നിയാസോടെ താൻ പറയുന്നത്? അവളിപ്പോ അന്യന്റെ ഭാര്യയാണ്. അപ്പൊ അവള് നിങ്ങളുടെ നിന്നും പോയോ? തമാശ വേണ്ട. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഞാൻ മറക്കാം, പൊറുക്കാം. പക്ഷെ ഇന്നവൾ എന്റെ ഭാര്യയാണ്. അറിയാം, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ദിവസത്തെ ദൂരം മാത്രമേ ഉള്ളൂ. മിനിഞ്ഞാന്ന് വരെ ഞാൻ അവളുടെ കാമുകൻ, ഇന്നലെ മുതൽ നിങ്ങൾ അവളുടെ ഭർത്താവും. തന്റെ ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കണ്ട. താൻ അവളെ മറന്നേ പറ്റൂ. അവളെ മറക്കണമെങ്കിൽ ഞാൻ ചാവണം. എന്നാ പോയി ചാവണ പുല്ലേ. ചാവാം, ചാവാം. കാമുകിയുടെ ഭർത്താവ് റെയിൽവേ പോലീസായ സ്ഥിതിക്ക് റെയിൽവേ പാളത്തിൽ തന്നെ തലവെച്ച് ചാകാം. എന്നിട്ട് ആ ശവത്തിന് തന്നെ കാവല് നിർത്താം. പോരെ? ഓക്കെ, നമുക്കിനി റെയിൽവേ പാളത്തിൽ കാണാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇവ മാനസിക രോഗിയാണ്. കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ. ആരാടത്? ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, എന്റെ തല, എന്റെ അമ്മ. പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കല്ലും വീണു. എന്തിനാ അവിടെ പോയി ഒളിച്ചത്? ഒളിച്ചതല്ല, വെളിക്ക് ഇരിക്കാൻ പോയതാ. ഈ ലോകത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? ഇനി പറ്റരുത്. ഏത് ട്രാക്ക് കൂടിയാ നോക്കാം. അപ്പുറത്തെ ട്രാക്കാ. ഇങ്ങോട്ട് വാ. ഇവിടെ വാടാ. ഒക്കെ ഞാൻ ഒളിച്ചിരുന്ന് നോക്കുകയായിരുന്നു. അത് പേഴ്സണലായിട്ട് ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ. ഓഹോ, ആത്മഹത്യ?
സത്യം പറയടാ, മോഷ്ടിക്കാൻ വന്നതല്ലേ നീ? അയ്യോ, സത്യമായിട്ട് ഞാൻ മരിക്കാൻ വന്ന സാർ. അഭിനയം കൊള്ളാം. ഇന്ന് ഏത് വീടായിരുന്നു ലക്ഷ്യം? എന്റെ പെറ്റമ്മയാണ് സത്യം. ഞാൻ മോഷ്ടിക്കാൻ വന്നല്ല, ചാവാൻ വന്നതാ. കണ്ട പൊളൊളിഞ്ഞിരുന്നു. ഏറുകൊണ്ടപ്പോ വെളുക്കിരിക്കാൻ വന്നതാണെന്ന്. ഇപ്പോ എന്നെ വിശ്വസിപ്പിക്കാൻ ട്രാക്കിൽ കിടന്നുകൊണ്ട് ചില അഭ്യാസ പ്രകടനങ്ങൾ. അത്യാവസ്ഥ നിന്നെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കാം. നടക്കടാ. സാർ, ഞാൻ സാധാരണ രീതിയിൽ ചോദിച്ചാൽ ഇത് സത്യം പറയില്ല സാർ. ശരിക്കും പോലീസ് മുറ തന്നെ പ്രയോഗിക്കണം. നീ സത്യം പറയില്ലല്ലടാ. വലിയ വേഷം കെട്ടുകാരനാ. എന്നെ പറ്റിക്കാൻ തന്നെ എന്തൊക്കെ സൂത്രങ്ങളായിരുന്നു. ഒരുപാട് സൂത്രങ്ങളുണ്ട് ഇവന്റെ കയ്യില്. ആണോടാ? എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവമാണ്. എന്തോ പാവോ? പെമ്പിള്ളാരുടെ മനസ്സ് മാല മോഷ്ടിക്കില്ലടാ നിന്റെ ജോലി. ട്രാക്കിനടുത്തുള്ള റെയിൽവേ ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവന്റെ ഉന്നം. റെയിൽവേ ക്വാർട്ടേഴ്സ് അല്ല, റെയിൽവേ സ്റ്റേഷൻ വരെ ഇവ അടിച്ചു മാറ്റും. ഇവൻ കാണാൻ ഇത്ര ഉള്ളെങ്കിലും ആളൊരു കൊടും ഭീകരനാ. എന്താ നോക്കി പഠിപ്പിക്കുന്ന? ചെറിയല്ലടാ, എന്റെ നോട്ടം നോക്ക് മൂങ്ങിയ പോലെ. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റെയിൽവേ ട്രാക്കിനടുത്തുള്ള കൃഷ്ണൻ സൂപ്രണ്ടിന്റെ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ നീലടാ. വീടോ? വീട് മോഷണം? എന്റെ പൊന്ന് സാറേ, സത്യമായിട്ടോ ഞാനല്ല. പിന്നെ ആരാടാ? പ്രതികാരത്തിന് വേണ്ടി എന്നെ പ്രതിയാക്കരുത് പ്ലീസ്. പ്രതികാരോ? നീ അന്ന് എന്താ പറഞ്ഞത്? റെയിൽവേ ട്രാക്കിന് തലവയ്ക്കും, എന്നിട്ട് ആ ഡെഡ് ബോഡിക്ക് എന്നെ കാവലുർത്തുന്നല്ലേ? ഒരു ശത്രുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാനിപ്പോ മാറ്റി തരാടാ. റെയിൽവേ പോലീസ് അരവിന്ദൻ ആരാന്ന് എനിക്ക് ചിലരെയൊക്കെ ബോധ്യപ്പെടുത്താനുണ്ട്. സർ, പ്രതി ഇത്ര ഭയങ്കരനായ സ്ഥിതിക്ക് നമുക്ക് തല്ലി പറയിപ്പിക്കണ്ട, തലോടി പറയിപ്പിക്കാം. അതാണ് സാർ ബുദ്ധി. തെളിയിക്കപ്പെടാത്ത കേസുകൾ ഇനി എത്ര ബാക്കിയുണ്ട്? അതിപ്പോ ലേറ്റസ്റ്റ് ഭവനഭേദനം അടക്കം മൊത്തം 6 എണ്ണം ഉണ്ട്. എങ്കിൽ അത് മുഴുവൻ ഇവന്റെ പേരിൽ ചാർജ് ചെയ്തേക്ക്. മിണ്ടി പോകരുത്, ഒലക്കൂരിട്ട് ഞാൻ. സാറേ, ഗുഡ് മോർണിംഗ്. മുണ്ട് 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 താ വീട്. അതഴിച്ചിട്ട് പോവാ. പിന്നെന്തത്ര ലേറ്റ്? ഈ സത്വത്തിന്റെ പാപിയായ അളിയന്മാരാ ഞങ്ങള്. കണ്ടപ്പോഴേ തോന്നി അളിയൻസിന് വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ബെസ്റ്റ് കൂട്ടുകാരൻ. ഈ സാധനത്തിന് ആവശ്യമില്ലെങ്കിൽ ജാമ്യത്തിലെടുക്കാൻ വന്നാ ഞങ്ങള്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ ജാമ്യത്തിൽ എടുക്കൂ. അങ്ങനെ പിന്നെ? കിട്ടിയാൽ ഇതിന് ജാമ്യം കിട്ടൂല. അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ സാറേ, എന്നാലും ഒന്ന് ട്രൈ ചെയ്തൂടെ? ഇവിടെ ട്രൈ ഇല്ല. അല്ല, ട്രൈ ട്രൈ കിട്ടൂല, ഫ്രൈ ആക്കി തരാം.